ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഒരു ഖബറിലേക്ക്, എല്ലാവരുടെ ഖബറിലേക്കും അല്ലാഹു റഹ്മത്തിന്റെ മാലാകമാരെ അല്ലാഹു ഇറക്കി കൊടുക്കട്ടെ. ആമീൻ. എന്നാൽ സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കുകയാണ്. ഞാൻ ഗ്രൂപ്പ് ഒരു മിനിറ്റ് ഒന്നും മൂലക്ക് കൊടുക്കണേ, കുറച്ചും പാടെ അടക്കട്ടെ. വട്ടോളി ഗ്രൂപ്പിൽ നിന്നാണ് തങ്ങളപ്പ, ഞാൻ കാഞ്ഞങ്ങാട് നിന്നാണ്. സുബൈദയാണ് എന്റെ ഭർത്താവിന്റെ ആണ്ടാണ്. മുഹറം ഒന്ന് അല്ലാഹു ഖബർ വിശാലാക്കട്ടെ. ആ ഖബറിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാകമാരെ അല്ലാഹു ഇറക്കി കൊടുക്കട്ടെ. എന്നാൽ സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കാണ്. എനിക്ക് നിങ്ങളോട് ആദ്യമായിക്കൊണ്ടും അവസാനമായിക്കൊണ്ടും പറയാനൊരു വാക്കെന്തറിയോ? ഇത്രയേറെ ഫലമുള്ള ഒരു സ്വലാത്ത് വേറെ ദുനിയാവിൽ അള്ളാഹു പടച്ചിട്ടില്ല. ഈ സ്വലാത്ത് ഒരു അത്ഭുതമാണ്. ഈ സ്വലാത്ത് വെക്കുന്ന വീട്ടിൽ അല്ലാഹു റഹ്മത്തിന്റെ മാലാകമാർ അല്ലാഹു ഇറക്കി കൊടുക്കുകയാണ്. ഇതെവിടെ വെക്കണ? അവിടെ റാഹത്താണ്. ഇതെവിടെയാ വെക്കുന്നത്? അവിടെ അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനുള്ള ഇറക്കി കൊടുക്കുകയാണ്. അത്രക്ക് പ്രതിഫലമാണ്. നിനക്കറിയോ, ഒരു ഉമ്മ വന്നിരുന്നു എന്നെ കാണാൻ. മകനെ ഫദ്ല് വായിക്കൂട്ടോ, 33 സ്വലാത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഫദ്ല് എഴുതി വിട്ടാൽ മതി. ഇന്ന് വലിയ അത്ഭുതമാണ്. ഈ മജ്ലിസിന്റെ ഏറ്റവും വലിയ ഫദ്ല് ഇന്ന് നമ്മൾ പറയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മ വന്നിരുന്നു, കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി. മേലെ കുടക്കാടിന്റെ മുറ്റത്തേക്ക് ഒരു ഉമ്മ കടന്നു വന്നു. അവിടുന്ന് ദുആ ചെയ്തു. അവിടുന്ന് പറഞ്ഞു, വലിയ വിഷമത്തിലാണ്, 2 വർഷമായി കണ്ണുനീര് വറ്റിയിട്ടില്ല. 2 വർഷമായിട്ട് കണ്ണുനീരിലാണ്. കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനെ. എന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നു. ഒരു ഉമ്മ കരഞ്ഞ് 2 വർഷമായി കരയാൻ തുടങ്ങിയിട്ട്. 2 വർഷം. അങ്ങനെ സംഭവം എന്താണ്? തന്റെ മകന് ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരില് സൗദി അറേബ്യയിലെ ജിദ്ദയില് ജയിലിലാണ്. ശിക്ഷ വിധിച്ചു 7 കൊല്ലം. 7 കൊല്ലം ശിക്ഷ വിധിച്ചു. 2 വർഷം ശിക്ഷ അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളുകൾ പറയുന്നത്, അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു മജ്ലിസ് ഉണ്ട്, അത്ഭുതങ്ങൾ മാത്രമുള്ളൊരു സ്വലാത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉമ്മാനോട് ആളുകൾ പറഞ്ഞു, അത്ഭുതങ്ങള് ഉറവ പറ്റാത്തൊരു മജ്ലിസുണ്ട്, ചോദിച്ചാൽ ഉത്തരമാണ്. അങ്ങനെ ഉമ്മ സ്വലാത്തുൽ ഫാത്തിഹിന്റെ നൂറെ ഹബീബിന്റെ മജ്ലിസ് കാണാൻ തുടങ്ങി. അങ്ങനെ മേലെ കുടക്കാട് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പൊന്നുമോന് ജയിലിൽ നിറങ്ങാൻ തങ്ങളെ എവിടുന്ന് ദ്വാരിക്കണേ. ഞാൻ ഉടനെ ചോദിച്ചതെന്താ, നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാറുണ്ടോ? എന്നോട് പറയും, ഇപ്പൊ അടുത്താണ് ഞങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞത്, ഇപ്പൊ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ 7 മാസത്തിന്റെ ഉള്ളില് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ മകന് പുറത്തിറങ്ങാൻ ഒരു വഴി അല്ലാഹു കാണിച്ചു കൊടുക്കട്ടെ. എന്നോട് പറഞ്ഞു, അങ്ങനെ ഇറങ്ങുമോ? ഞാൻ പറഞ്ഞു, അല്ലാഹുവോട് ദ്വാരിക്കും. എല്ലാ ദിവസവും മുടങ്ങാതെ മജ്ലിസ് കാണുമെന്ന് ഞാൻ ചോദിച്ചു. മുടങ്ങാതെ 2 നേരം കാണുമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളെ വിഷമിക്കണ്ട, അല്ലാഹു നിങ്ങളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാകമാർ ഇറക്കി തരും. കൂട്ടത്തിൽ ഒരു കാര്യം പാടെ ഞാൻ പറഞ്ഞു. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആളുകളെ നിങ്ങൾ മജ്ലിസിൽ
ചേർത്തുക. അവരെ ചൊല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്തും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ചേർത്തിക്കൊള്ള തങ്ങളേന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ആഴ്ചയുടെ ഒരു ഉമ്മ വരുന്നു. കുറെ ആൾക്കാരുണ്ട്, കുടുംബങ്ങളൊക്കെ ഉണ്ട്, കുറെ കുടുംബക്കാരൊക്കെ ഉണ്ട്. ഇന്നെ ചിന്ന അറിയിച്ചു. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അസ്സലാമു അലൈക്കും തങ്ങളെ സുഖല്ലേ? സുഖാണ്. ഇതിന്റെ അമ്മയാണ് പറഞ്ഞു. മാഷാ അല്ലാഹ്. ഇന്നെ അറിയിച്ചു ഇല്ലായിരുന്നു. എപ്പോ പറയാറുന്നു? ഇൻഷാ അല്ലാഹ് ഞാൻ പറയും, ലാസ്റ്റ് പറയും. 7 കൊല്ലം ശിക്ഷ വിധിച്ചു. സ്വലാത്തുൽ ഫാത്തിഹ അത്ഭുതങ്ങളാണ്. ഉറവ പറ്റാത്ത സ്നേഹത്തിന്റെ സാഗരമാണ് മേലെ കൊടുക്കാറ്. നിങ്ങൾക്ക് അല്ലാഹ് നമ്മളെ കൊയക്കൂല, അല്ലാഹു നമ്മളെ കൊയക്കൂല. ഇൻഷാ അല്ലാഹ് എല്ലാരും ലാസ്റ്റ് ഞാൻ പറയും ഉമ്മ എന്തിനാ വന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും ഇതൊരു സംഭവമാണ്. സ്വലാത്തുൽ ഫാത്തിഹ ഒരു സംഭവ. ആളുകൾ പറയുന്നുണ്ട് മേലെ കൊടക്കാട് തങ്ങൾക്ക് എന്തോ കറാമത്തുണ്ട്. അങ്ങനൊന്നും പറയരുത്, അങ്ങനൊന്നുമില്ല കേട്ടോ. സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹ് റഹ്മത്തിന്റെ മലക്കിനെന്ത് ഇറക്കുകയും കേട്ടോ. ഇൻഷാ അല്ലാഹ് അവസാനം കേട്ടോളി, അവസാനം കേട്ടോ. എനിക്ക് നെറ്റ് കിട്ടുന്നില്ല. ഇപ്പൊ എവിടെയും മായല്ല. ഇപ്പൊ എവിടെയും മായല്ലോ, എവിടെയും മായല്ലോ. സംസമിന്റെ ചരിത്രത്തിലുണ്ട് ഹാജറ, സഫ മർവക്കിടയിലും ബീവി ഹാജറ. ആണല്ല. ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു സലാത്തിന്റെ സമയമായോ ചോദിച്ചു. മറ്റന്നാളാണ് അറിഞ്ഞു. വെറുതെ അല്ല മഴ മാറിക്കണായിരുന്നു പള്ളിക്ക് പോയപ്പോ. അല്ലാഹ് തന്ന നിഅമത്താണ് കേട്ടോ, അല്ലാഹ് തന്ന നിഅമത്താ കേട്ടോ. മാഷാ അല്ലാഹ്. ഒരുപാട് 2 കാലിന് സ്വാധീനമില്ല. ശരീരമാകെ നമ്മളെ ബുദ്ധിമുട്ട് തളർന്ന് കിടക്കുന്ന നമ്മളെ പിന്നെ ലൈലത്താത്ത വട്ടോളി അള്ളാഹു ആഫിയത്തും ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ. നമ്മളെ മജ്ലിസ് പറഞ്ഞ ജീവന, നടക്കാനൊന്നും കജൂല. ഇന്ന് സുബൈക്ക് വിളിച്ചിട്ട് പറഞ്ഞു അള്ളാഹ് കൊയക്കൂലട്ടങ്ങളെ.